നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ക്ലാസ്സിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ വ്യവസ്ഥാധിഷ്ഠിതമായിട്ടുള്ള കരാറുകൾ, അതായത് ചില വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വരുന്ന കരാറുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നോക്കിയപ്പോൾ ഒരു പർട്ടിക്കുലർ ഉദാഹരണം, ഒരു ഇല്ലുസ്ട്രേഷൻ ഞാൻ സൈറ്റ് ചെയ്ത് കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറഞ്ഞത്, ഒരു വ്യക്തി എ ബിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സിക്ക് ഒരു പർട്ടിക്കുലർ തുക കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ആയിട്ട് കരുതാൻ പറ്റില്ല. മറിച്ച് എന്താണ്, ഒരു പർട്ടിക്കുലർ ആക്ട് നടക്കുമ്പോൾ ആ നടക്കുന്ന ആക്ടിന് ഇന്ന തുക കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ, അതായത് എ certain amount to be paid on the happening of a certain event. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു, അത്തരത്തിലുള്ള കരാറുകൾ വോയിഡ് അല്ല, മറിച്ച് വാലിഡ് ആണ്. അപ്പോൾ അതുപോലെയുള്ള കരാറുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകൾ. നമുക്കിവയെ പറ്റി വിശദമായിട്ട് പഠിക്കാം. സോ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഒരു പ്രത്യേക സംഭവം നടന്നാൽ മാത്രം അല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 31 ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്ഷൻ 31 പ്രകാരമുള്ള കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ നിർവചനം? സെക്ഷൻ 31 defines contingent contract as contract to do or not to do something if some event collateral to such contract does or does not happen. Contingent contract is dependent upon the happening or non-happening of a future event. അതായത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു കരാറിലെ കക്ഷികൾ തമ്മിലുള്ള ബാധ്യത അല്ലെങ്കിൽ അവർക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് കരാറിന് പുറത്തുള്ള ഇനി നടക്കാനിരിക്കുന്ന ഒരു ഭാവി സംഭവത്തെ ആശ്രയിച്ചായിരിക്കും. അതായത് ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള കരാറ് ഭാവിയിൽ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം സംഭവം, ഈ ഒരു പർട്ടിക്കുലർ ഇവൻ്റ്, അത് കരാറിൻ്റെ ഭാഗമല്ല, മറിച്ച് കരാറിന് ഒരു കൊളാട്രൽ, ഒരു അനുബന്ധം മാത്രമായിരിക്കും. അപ്പോൾ ഇവയെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, വളരെ വിചിത്രമായൊരു ഉദാഹരണം ആക്ടിൻ്റെ ഇല്ലുസ്ട്രേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് തന്നെ പരിശോധിക്കാം. എ കോൺട്രാക്ട്സ് ടു പേ ബി ₹1000 if B's house is burnt. This is a contingent contract. അതായത് എ പറയുകയാണ്, ബിയുടെ വീട് കത്തിപ്പോയാൽ ബിക്ക് 1000 രൂപ നൽകാമെന്ന്. അപ്പോൾ ഇവിടെ പണം കൊടുക്കുക എന്ന എയുടെ ബാധ്യത വീട് കത്തുക എന്ന് പറയുന്ന ഭാവിയിലെ സംഭവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 1. There should be a contract to do or not to do something. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു കരാറ്. അപ്പോൾ കരാറിലെ കക്ഷികൾ തമ്മിൽ ഒരു ബാധ്യത ഉണ്ടായിരിക്കണം. അതായത് ഒരു കാര്യം ചെയ്യാനോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പണം കൊടുക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ. ഇപ്പോൾ ഒരു വസ്തു ഞാൻ മറ്റാർക്കും വിൽക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു
ബാധ്യത ഉണ്ടായിരിക്കണം ഇവർക്കിടയിൽ. പിന്നെന്താണ്? സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് must be dependent on the happening or non-happening of some future event. അപ്പോൾ ഇത്തരത്തിൽ കരാറിന്റെ പ്രാബല്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു സംഭവം നടക്കുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഭാവി സംഭവത്തെ ആശ്രയിച്ചായിരിക്കും ഈ കരാർ ക്ലിങ് ചെയ്യുന്നത്. The said event must be collateral to such contract. അപ്പോൾ ഒരു അനുബന്ധ സംഭവം, അതായത് ഈ സംഭവം എന്ന് പറയുന്നത് കരാറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കരുത്, മറിച്ച് അതിന് അനുബന്ധമായിരിക്കണം, അതിന് കൊളാട്രൽ ആയിരിക്കണം. അതായത് ആ സംഭവം നടക്കുന്നത് കരാറിലെ ബാധ്യതകളെ പൂർത്തീകരിക്കാനുള്ള ഒരു നിബന്ധന മാത്രമായിരിക്കണം, ഒരു കണ്ടീഷൻ മാത്രമായിരിക്കണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ആക്ടിന് പുറത്തുള്ള ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഷുറൻസ് കരാറുകളാണ്. ഇതിന് ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഇൻഷുറൻസ് കരാറുകളെ തന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയുടെ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നൽകാമെന്നൊരു കരാറുണ്ടാക്കുന്നു. ഇവിടെ നഷ്ടപരിഹാരം നൽകുക എന്ന് പറയുന്ന ബാധ്യത വാഹനം അപകടത്തിൽ പെടുക എന്ന് പറയുന്ന ആ ഒരു ഫ്യൂച്ചറിലെ, ആ ഒരു ഭാവിയിലെ സംബന്ധത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവത്തെ അനുബന്ധമായിട്ടായിരിക്കും കണക്കാക്കി ആ ഒരു കോൺട്രാക്ട് നിലവിൽ വരുന്നത്. അപ്പം വ്യക്തിക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര രൂപ നൽകാം. അപ്പോൾ അതിനെ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്നുള്ള തരത്തിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കരാറുകൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷനുകളായിട്ടുള്ള 32 മുതൽ 36 വരെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഇവയിലെ ഓരോന്നിലെയും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. Enforcement of a contingent contract. Contracts contingent on event happening under section 32. അപ്പോൾ ഒരു സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെ പറ്റിയാണ് സെക്ഷൻ 32 പ്രതിപാദിക്കുന്നത്. അതായത് അനിശ്ചിതമായി ഒരു ഭാവി സംഭവം നടന്നാൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കണ്ടിൻജന്റ് കരാറുകൾ ആ സംഭവം നടക്കുന്നത് വരെ നിയമപരമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് സെക്ഷൻ 32 പ്രതിപാദിക്കുന്നത്. ഈ സംഭവം നടക്കില്ല എന്നുറപ്പായി കഴിഞ്ഞാൽ, അതായത് ഈ സംഭവം പിന്നീട് ഇമ്പോസിബിൾ ആകുകയാണെങ്കിൽ ആ കരാർ ഒബ്വിയസ്ലി വോയിഡ് ആയിട്ട് മാറും, അത് അസാധുവാകും. കണ്ടിൻജന്റ് കോൺട്രാക്ട് ഡിപ്പെൻഡന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് uncertain future event cannot be enforced until that event happens. If the event becomes impossible, the contract becomes void. For example, A makes a contract with B to buy B's horse if A survives C. This contract cannot be enforced by law unless and until C dies during A's lifetime. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി സിയേക്കാൾ കൂടുതൽ കാലം ജീവിച്ചാൽ ബിയുടെ കുതിരയെ വാങ്ങാമെന്ന് അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കുന്നു. അപ്പോൾ ഈ കരാറ് നിയമപരമായി നടപ്പാക്കാൻ കഴിയുന്നത് സിയുടെ മരണം എയുടെ ജീവിതകാലത്ത് സംഭവിച്ചാൽ മാത്രമാണ്. അപ്പോൾ എ ആണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ആ സംഭവം അസാധ്യമാവുകയും കരാറ് അസാധുവായിട്ട് മാറുകയും ചെയ്യും. ഇനി എ കോൺട്രാക്ട്സ് ടു പേ ബി എ സം ഓഫ് മണി വെൻ ബി മാരീസ് സി. സി ഡൈസ് വിത്തൗട്ട് ബീയിങ് മാരീഡ് ടു ബി. ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി സിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എ ഒരു നിശ്ചിത തുക നൽകാമെന്ന് ഒരു കരാറുണ്ടാക്കുന്നു. എന്നാൽ ബിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സി മരിച്ചു പോകുന്നു. അപ്പോൾ ഇതോടെ ബിയുടെയും സിയുടെയും വിവാഹം എന്ന സംഭവം ഇമ്പോസിബിളായി, അസാധ്യമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അസാധ്യമാകുമ്പോൾ ആ കരാറും വോയിഡായി പോകും.
അപ്പോൾ ഈ ഒരു വകുപ്പ് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഇവന്റ് ഹാപ്പനിങ് എന്ന് പറയുന്നതിനെ ആ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുന്നത് വരെ ആ കരാറ് നടപ്പിലാക്കാൻ പറ്റില്ല. ഇനി ആ സംഭവം നടക്കില്ലെന്ന് എപ്പോഴെങ്കിലും ഉറപ്പായി കഴിഞ്ഞാൽ, അവിടെ ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാൽ, പിന്നെ ആ കോൺട്രാക്റ്റിനെ വോയിഡ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അടുത്തതായിട്ട് നിർദ്ദിഷ്ട സംഭവം നടക്കാത്തതിനെ ആശ്രയിച്ചുള്ള ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് നടപ്പാക്കാമെന്ന് സെക്ഷൻ 33 പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഇവന്റ് നോൺ ഹാപ്പനിങ് അണ്ടർ സെക്ഷൻ 33. Contingent contract dependent on non-happening of an uncertain future event can be enforced when the happening of the event becomes impossible. For example, A agrees to pay B a sum of money if a certain ship does not return. The ship sank. The contract can be enforced when the ship sinks. അപ്പോൾ ഒരു അനിശ്ചിതമായ സംഭവം, ഒരു ഭാവി സംഭവം നടക്കാതിരുന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റ്, ആ സംഭവം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അല്ലെങ്കിൽ ആ സമയത്ത് ആ കോൺട്രാക്റ്റ് നിലവിൽ വരും. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്ത എക്സാമ്പിൾ, ഒരു പ്രത്യേക കപ്പൽ തിരികെ വരുന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു നിശ്ചിത തുക നൽകാമെന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. പിന്നീട് ആ കപ്പൽ കടലിൽ മുങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കപ്പൽ തിരികെ വരിക എന്നത് ഇനി ഒരു അസാധ്യമായുള്ള കാര്യമാണ്, കാരണം ആ കപ്പൽ മുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരാറ് നിയമപരമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. അപ്പോൾ ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ആണെങ്കിൽ ആ സംഭവം ഇനി നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കരാറ് വോയിഡ് ആകും. ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ആണെങ്കിലോ ആ കരാറ് നടപ്പാകില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോൾ അത് പ്രാവർത്തികമായി മാറും. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ നിയമം അനുസരിച്ച്, സെക്ഷൻ 33 അനുസരിച്ച് കരാറിലെ ബാധ്യതകൾ പൂർത്തീകരിക്കാനായിട്ട് ആ ആശ്രയിക്കുന്ന സംഭവം നടക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് സെക്ഷൻ 33. അടുത്തത് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഫ്യൂച്ചർ കണ്ടക്ട് ഓഫ് എ ലിവിംഗ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 34. ഒരു വ്യക്തിയുടെ ഭാവിയിലെ പെരുമാറ്റത്തെ ആശ്രയിച്ചുള്ള കണ്ടിൻജന്റ് കരാറുകളെ കുറിച്ച് സെക്ഷൻ 34 പ്രതിപാദിക്കുന്നത്. If the future event on which a contract is contingent is the way in which a person will act at an unspecified time, the event shall be considered to become impossible when such person does anything which renders it impossible that he should so act within any definite time or otherwise than under further contingencies. അതായത് ഒരു കരാറിലെ വ്യവസ്ഥ ഒരു പർട്ടിക്കുലർ വ്യക്തി ഭാവിയിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ആ പ്രവർത്തനം അസാധ്യമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കരാറിലെ സംഭവം അസാധ്യമായി മാറിയതായിട്ട് നമ്മൾ കണക്കാക്കും. അതായത് ആ വ്യക്തിയുടെ പ്രവൃത്തി കാരണം ആ കരാറിനി നടക്കില്ലെന്ന് ഉറപ്പാകുമ്പോൾ അത് വോയിഡായി മാറും. ഫോർ എക്സാമ്പിൾ, A agrees to pay B a sum of money if B marries C. C married D. The marriage of B to C must now be considered impossible, although it is possible that D may die and C may afterwards marry B. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി സിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എ ഒരു തുക നൽകാമെന്നൊരു കരാറുണ്ടാക്കുന്നു എന്ന് കരുതുക. എന്നാൽ സി
ഡി എന്ന മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബിയും സിയും തമ്മിലുള്ള വിവാഹം അസാധ്യമായി മാറിയതായി കണക്കാക്കപ്പെടുന്നു. കാരണം അറിയാം, ഒരു ബൈഗമി എന്ന് പറയുന്നത് നിയമപ്രകാരം നിയമവിരുദ്ധമാണ്. ഇവിടെ ഡി മരിക്കാനായിട്ടൊരു സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകാനൊരു ചാൻസ് ഉണ്ടെന്നും പിന്നീട് സി ബിയെ വിവാഹം കഴിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും ഒരു വാദം മുമ്പോട്ട് വയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ സി മറ്റൊരാളെ വിവാഹം കഴിച്ചതോടുകൂടി ആദ്യത്തെ ആ കരാറിനുള്ള സാധ്യത അവസാനിച്ചു. ആ സിയുടെ ആ ആക്ടിലൂടെ തന്നെ എന്താണ്, അവർക്കിടയിലുള്ള ആ വ്യവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പോൾ സെക്ഷൻ 34 പ്രകാരം കരാറിനെ ആശ്രയിച്ചുള്ള ആ ഭാവിയിലെ പർട്ടിക്കുലർ പ്രവൃത്തി അസാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഒരു വ്യക്തി സ്വന്തം പ്രവൃത്തിയിലൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത്തരം കരാറുകൾ അസാധുവായി മാറും. ഇനി എന്താണ് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം. സെക്ഷൻ 35. അതായത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെ കുറിച്ചാണ് സെക്ഷൻ 35 വിശദീകരിക്കുന്നത്. കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ് വിത്തിൻ ഫിക്സഡ് ടൈം ബിക്കം വോയിഡ്. 1. If at the expiration of the time fixed such event has not happened, or if before the time fixed such event becomes impossible. അതായത് ഒരു പ്രത്യേക സംഭവം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കുകയാണെങ്കിൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ ഈ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അസാധുവായിട്ട് മാറും. അതിൽ ആദ്യത്തേത് എന്താണ്, നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ആ സംഭവം നടക്കാതെ വരുമ്പോൾ. രണ്ടാമത്തേത് എന്താണ്, നിശ്ചയിച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ആ സംഭവം ഇമ്പോസിബിൾ ആയി മാറുന്നു, അതിനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പാവുമ്പോൾ. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ് വിത്തിൻ ഫിക്സഡ് ടൈം ബിക്കംസ് വോയിഡ്. പിന്നെ അടുത്തത് എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെടുകയാണ്. ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു പ്രത്യേക കപ്പൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു തുക നൽകാമെന്ന്. ഇവിടെ ഈ കപ്പൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അദ്ദേഹം പൈസ കൊടുക്കണം. ഇനി എപ്പോഴാണ് ഇത് വോയിഡ് ആകുന്നത്? ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതിൻ്റെ മടക്കിയ യാത്രയ്ക്കുള്ളിൽ കപ്പൽ കത്തി നശിക്കുകയോ അല്ലെങ്കിൽ മുങ്ങിപ്പോവുകയോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ വരാൻ സാധിക്കാത്ത ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ആ കപ്പൽ അതിൻ്റെ ആ പ്രധാനപ്പെട്ട ആ ഒരു കൊളാട്രൽ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആ സംഭവം പിന്നീട് അസാധ്യമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ കരാറ് അസാധുവായി മാറും. ഇനി കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ സ്പെസിഫൈഡ് ഇവന്റ് നോട്ട് ഹാപ്പനിങ് വിത്തിൻ ഫിക്സ്ഡ് ടൈം may be enforced when the time fixed has expired and such event has not happened, or before the time fixed has expired if it becomes certain that such event will not happen. അതായത് ഇതിൻ്റെ സെക്ഷൻ 35 രണ്ടാമത്തെ ഭാഗത്ത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സംഭവം നടക്കാത്തതിനെ ആശ്രയിച്ചുള്ള കരാറുകളെ പറ്റിയാണ് പറയുന്നത്. ഒരു പ്രത്യേക സംഭവം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കാതിരുന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ താഴെ പറയുന്ന ഈ രണ്ട് സാഹചര്യങ്ങളിൽ നടപ്പാക്കാനായിട്ട് സാധിക്കും. അതേതൊക്കെയാണ്? ഒന്നെന്താണ്, ഒരു നിശ്ചയിച്ച സമയപരിധി അവസാനിച്ചിട്ടും ആ സംഭവം നടക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തത് എന്താണ്, നിശ്ചയ സമയപരിധി അല്ലെങ്കിൽ നിശ്ചയിച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ സംഭവം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ. അപ്പോൾ അതാണ് ഇതിൽ ആദ്യത്തെ കേസിൽ ഇവന്റ് ഹാപ്പനിങ് വിത്തിൻ എ ഫിക്സഡ് ടൈം ആണ്, അത് എപ്പോൾ വോയിഡ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവന്റ് നോട്ട് ഹാപ്പനിങ് വിത്തിൻ എ ഫിക്സഡ് ടൈമിൻ്റെ കാര്യത്തിൽ
എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 35 പ്രകാരം സമയപരിധിയുള്ള കണ്ടിൻജന്റ് കരാറുകൾ ആ സമയത്തിനുള്ളിൽ സംഭവത്തിൻ്റെ സാധുതയെ ആശ്രയിച്ചാണ് നടപ്പാക്കപ്പെടുക. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഉദാഹരണം നമ്മൾ ഓൾറെഡി 35-ന്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ സെക്കൻഡ് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എ പ്രോമിസസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് എ certain ship does not return within a year. The contract may be enforced if the ship does not return within the year or is burned within the year. അതായത് ഒരു പർട്ടിക്കുലർ കപ്പൽ തിരിച്ചു വരുന്നില്ലെങ്കിൽ, ആദ്യത്തെ കേസിൽ വന്നാൽ എന്നാണ് പറഞ്ഞിരുന്നത്, വന്നില്ലെങ്കിൽ എ ബിക്ക് ഒരു തുക നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ മൂലം ആ ഒരു കപ്പൽ വരാതിരുന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ വരവ് എന്തെങ്കിലും ഇൻ്റർവീനിങ് ഇവൻറ്റുകൾ മൂലം ഇമ്പോസിബിൾ ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരം കരാറ് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ ഉദാഹരണം പറയുന്നത്. രണ്ട് ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. ഇനി നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഫൈനൽ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 36, കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഇമ്പോസിബിൾ ആക്ട്. അതായത് അസാധ്യമായ കാര്യത്തെ ആശ്രയിച്ചുള്ള കണ്ടിൻജന്റ് കോൺട്രാക്റ്റുകൾ, അവയെപ്പറ്റി സെക്ഷൻ 36-ലാണ് പ്രതിപാദിക്കുന്നത്. കണ്ടിൻജന്റ് എഗ്രിമെന്റ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ് if an impossible event happens are void whether the impossibility of the event is known or not known to the parties to the agreement at the time when it is made. ഒരു അസാധ്യമായ സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ, അവയെ തുടക്കം മുതലേ ഫ്രം ദെയർ വെരി ഇൻസെപ്ഷൻ void ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. they will be considered void ab initio. കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അസാധ്യത അല്ലെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണെന്നുള്ളത് വ്യക്തികൾക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്നത് ഇവിടെ ഒരു വിഷയമല്ല. ഫ്രം ദെയർ വെരി ഇൻസെപ്ഷൻ, അത് തുടങ്ങുന്ന ആ മൂവ്മെന്റ് മുതൽ തന്നെ അത്തരം കരാറുകൾ void ആയിരിക്കും. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ A agrees to pay B ₹1000 if two straight lines should enclose a space. The agreement is void. നമ്മൾ മാത്സിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു വളരെ ബേസിക് ആയിട്ടുള്ള തത്വമാണ് ടു പാരലൽ ലൈൻസ് നെവർ മീറ്റ് ഈച്ച് അതർ. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകതയെ അതാണ്, അവ ഒരിക്കലും തമ്മിൽ യോജിക്കുകയില്ല. നമുക്കറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിളാണ്. ഇവിടെ എയും ബിയും തമ്മിൽ ഒരു കരാറുണ്ടാക്കുകയാണ്. രണ്ട് പാരലൽ ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു സ്പേസ് അവർക്കൊരു ഇൻക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എ ബിക്ക് ഒരു പർട്ടിക്കുലർ തുക നൽകാമെന്ന്. ഇത് അസാധ്യമായിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയതുകൊണ്ട് ഈ ഒരു ഇമ്പോസിബിൾ ആക്ടിൻ്റെ കണ്ടിജൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എക്കും ബിക്കും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും ഈ കോൺട്രാക്റ്റ് തന്നെ എന്താണ്, വോയിഡ് അബ് ഇനിഷ്യോ ആണ്. ഇവിടെ വ്യക്തികൾക്ക് കണക്കറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറലവൻ്റ് ആണ്. അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന വ്യക്തിക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറലവൻ്റ് ആണ്. ഒരു ഇമ്പോസിബിൾ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ കണ്ടിജൻ്റ് ആക്കി കൊണ്ടുവന്ന ഈ ഒരു കോൺട്രാക്റ്റ് ഇറ്റ് ഈസ് വോയിഡ്. അതാണ് സെക്ഷൻ 36. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 36 അനുസരിച്ച് റിയാലിറ്റിയുമായി യാതൊരു ബന്ധമില്ലാത്തതും, അതായത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതും നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടിൻജന്റ് കരാറുകൾ നിയമപരമായി ഇവയ്ക്ക് തുടക്കം മുതൽക്കേ തന്നെ സാധുത ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല.
ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഹോളി നമ്മൾ കവർ ആകും. അതായത് സെക്ഷൻ 56 കോൺട്രാക്ട്സ് which consist of an agreement to do an impossible act. അപ്പോൾ ആ സെക്ഷൻ 56ഉം കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ആൻ ഇമ്പോസിബിൾ ആക്ട് ആയിട്ടുള്ള സെക്ഷൻ 36ഉം തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ബേസിക്കലി ഈ രണ്ട് കരാറുകളും അല്ലെങ്കിൽ ഈ രണ്ട് സെക്ഷനുകളും കരാറുകളുടെ അസാധുതയെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും അവ വോയിഡ് ആകുന്നതിനെ പറ്റിയാണ് ആ രണ്ട് സെക്ഷനിലും ഒരേപോലെ പറയുന്നതെങ്കിലും ഇവ തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിട്ടാണ് രണ്ട് സെക്ഷൻ്റെയും കീഴിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെക്ഷൻ 36 ഒരു കണ്ടിൻജന്റ് കരാറ് അസാധ്യമായ ഒരു കാര്യത്തെ ആശ്രയിച്ചായിരിക്കുമ്പോൾ അതിന് നിയമപരമായ സാധുത ഇല്ല എന്നാണ് പറയുന്നത്. അതായത് കരാറിലെ വ്യവസ്ഥ നടക്കില്ലെന്ന് തുടക്കത്തിൽ തന്നെ ഉറപ്പായതിനാലാണ് ആ കരാറ് അബിനിഷ്യോ വോയിഡ് ആകുന്നത്. സെക്ഷൻ 56 എന്താണ്? ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് സെക്ഷൻ 56നെ ബേസിക്കലി നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ തുടക്കം മുതലുള്ള അസാധ്യതയെ പറ്റി പറയുന്നുണ്ട്. അതായത് കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന പ്രവൃത്തി അസാധ്യമാണെങ്കിൽ ആ കരാറ് അബിനിഷ്യോ വോയിഡ് ആയിരിക്കും. ഉദാഹരണം, മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് നിധി കണ്ടെത്താനായിട്ട് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ഇത് മനുഷ്യസാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കരാറ് തുടക്കം മുതൽക്കേ അസാധുവാണ്. പിന്നെ 56ന്റെ കീഴിൽ എന്താണ്? പിന്നീടുണ്ടാകുന്ന അസാധ്യതയെ പറ്റിയും പറയുന്നുണ്ട്. ഫ്രസ്ട്രേഷനെ പറ്റി അതിൻ്റെ കീഴിൽ ആ ഒരു പ്രിൻസിപ്പിളിനെ പറ്റി കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് കരാർ ഉണ്ടാക്കുന്ന സമയത്ത് സാധ്യമായിരുന്ന ഒരു പ്രവൃത്തി കരാറിലെ കക്ഷികളുടെ നിയന്ത്രണത്തിലല്ലാത്ത പിന്നീടുണ്ടായ ഒരു സംഭവത്തിലൂടെ അസാധ്യമാവുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാവുകയോ ചെയ്യുമ്പോൾ ആ കരാറും അസാധുവായി പരിണമിക്കും. ഉദാഹരണം, ഒരു ഹോട്ടലിലെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കരാറുണ്ടാക്കിയ ശേഷം ഹോട്ടൽ തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചു പോകുന്നു. ഇവിടെ കരാറ് പിന്നീട് അസാധ്യമായി മാറിയത് കൊണ്ട് തന്നെ അത് അസാധുവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. പിന്നെ മൂന്നാമത് സെക്ഷൻ 56ന്റെ കീഴിൽ ഒരു എലമെന്റ് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്, നഷ്ടപരിഹാരം. അതായത് കരാർ ഉണ്ടാക്കുമ്പോൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് പ്രോമിസറിന് ആ പ്രവൃത്തി അസാധ്യമാണെന്ന് അറിയാമായിരുന്നു എങ്കിൽ, എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്ത പ്രോമിസിക്ക് അത് അറിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയാത്തതിന് അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നതിന് പ്രോമിസിക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് ബാധ്യസ്ഥനാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 36 ഒരു വ്യവസ്ഥയുടെ അസാധ്യമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതേസമയം സെക്ഷൻ 56 ഒരു പ്രവൃത്തിയുടെ അസാധ്യമായ അവസ്ഥയെക്കുറിച്ചും അത് പിന്നീട് എങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോമ്പൻസേഷൻ എന്താണെന്നുമാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, സെക്ഷൻ 56ൽ ഒരു ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്, സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയുടെ കാര്യത്തിൽ വോയിഡ് അബിനിഷ്യോയും സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയുടെ കാര്യത്തിൽ സബ്സിക്വൻ്റ് ആയിട്ട് അത് വോയിഡായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ 36ന്റെ കാര്യത്തിൽ എന്താണ്? ഇനീഷ്യൽ ആയിട്ട്, അതായത് ഫ്രം ഇറ്റ്സ് വെരി ഇൻസെപ്ഷൻ അതിനെ നമ്മൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ ഹാപ്പനിങ്ങിലായതുകൊണ്ട് തന്നെ വോയിഡ് അബിനിഷ്യോ എന്ന് പറഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ആക്ടിന്റെ ക്ലാസ് കണ്ടിൻജന്റ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഈ ഒരു ഏരിയ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. നന്ദി.